ആ ഗുരുദേവന്റെ തിരുമുന്നിൽ ചെന്നും ശിവഗിരിയിലെ ഉന്നതമായ ആ സന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥന നടത്തുന്ന നേരം ഒരു വെക്കേഷൻ കാലം ഇതുപോലെ ഒരു ഏപ്രിൽ മാസത്തിൻ്റെ ഒടുവിൽ ആ ഭഗവത് സന്നിധിയിൽ എൻ്റെ മക്കളെയും കൂട്ടി ഭാര്യയും കൂട്ടി മകൻ്റെ കൂട്ടുകാരും അവരുടെ കുടുംബവും ഒന്നിച്ച് 2 വണ്ടികളിലായി അവിടെ ചെന്ന് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ പ്രാർത്ഥനയിലായിട്ട് ധ്യാനത്തിലായി മുഴുകിക്കഴിയുമ്പോൾ എല്ലാവരും, ഞാൻ പറഞ്ഞു, എല്ലാവരും കണ്ണടച്ചിട്ട് ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുക, മൊബൈലൊക്കെയും ഓഫ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അരമണിക്കൂറിലധികം കഴിയുമ്പോഴേക്കും എൻ്റെ മുന്നിൽ തെളിഞ്ഞത് ആ വലിയ ഗോപുരത്തിൻ്റെ ആ സമാധിയുടെ മുകളിലുള്ള ടോമ്പുണ്ടല്ലോ, ആ ടോമ്പ്, വലിയ കുടീരം. ആ കുടീരത്തിൻ്റെ സ്ഥാനത്ത് ഭഗവാന്റെ ശിരസായിരുന്നു. ആ ശിരസ് പ്രത്യക്ഷപ്പെടുകയും അതിൽ ആനന്ദത്തോടുകൂടി ഞങ്ങളെ നോക്കിക്കൊണ്ട് പുഞ്ചിരി തൂങ്ങുകയും ചെയ്യുന്ന ശ്രീനാരായണ ഗുരുദേവനെ കണ്ടുകൊണ്ട് അവിടെ നമസ്കരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെയും അത്ഭുതപ്പെട്ടു പോയി. താടി വളർത്തിയ പള്ളിയിൽ ഏകദേശം 7-8 വർഷക്കാലം ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ട് അതൊക്കെ മാറ്റിവെച്ച് സൂഫി ധർമ്മത്തിൽ വന്ന് സനാതനധർമ്മവും സൂഫിസവും മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ദർശനം നൽകിയെന്ന് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ അത്രത്തോളം ഉന്നതമായിട്ട് ആ ഭഗവാന്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമുണ്ടാകണം. അതാണ് യഥാർത്ഥം. നിങ്ങൾ വിചാരിക്കുന്ന കേവലം ഒരു മൈക്രോ ഫിനാൻസിൻ്റെ മാത്രം ഇടപാട് നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല SNDP. അതല്ലെങ്കിൽ ഒരു ശോഭയാത്ര നടത്താനുള്ളത് മാത്രമല്ല, മന്ദിരങ്ങൾ ഉണ്ടാക്കാൻ മാത്രമുള്ളതല്ല. ഉള്ളിൻ്റെ ഉള്ളിനൊരു പ്രതിഷ്ഠ വേണം. ആ പ്രതിഷ്ഠയിൽ ഭഗവാൻ ഒരിക്കലും ചലിക്കാതെ മായാതെ മറയാതെ നിലനിൽക്കണം. ആ ഭഗവാനായിരിക്കണം തങ്ങളുടെ പ്രതിഷ്ഠ എന്നുള്ള വിചാരം വേണം. ആ പ്രതിഷ്ഠയിലൂടെ തന്നെയാണ് ധർമ്മത്തെ കണ്ടെത്താനുള്ള ശ്രമം നടത്തേണ്ടത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ മാത്രമാണ് സർവ്വതിനും ഒറ്റ വിളിക്ക് ഉത്തരം ലഭിക്കും. യാതൊരു സംശയവുമില്ല. ഒന്ന് വിളിച്ചാൽ, ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് വിചാരിച്ചാൽ അപ്പോൾ തന്നെ ഭഗവാൻ അവിടെ എത്തിച്ചേരും. അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.